ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ സ്റ്റിച്ചിങ്ങിന് എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിക്കാറ്, എത്രയാണ് റേറ്റ് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ഇത് അറിയുന്നവരുണ്ടാവും, അറിയാത്തവർക്കായിട്ട് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ബിഗിനേഴ്സിന് ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, ഞാനിതിൽ ആദ്യമായിട്ട് പറയുന്നത് ത്രെഡിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്വീയിങ് ത്രെഡ് നോർമലായിട്ട് 150 മീറ്ററുള്ള നൂലായിരിക്കും എല്ലാവിടെയും കിട്ടുന്നുണ്ടാവുക. നമ്മൾ ഇങ്ങനത്തെ നൂല് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ പൈസയും കുറവാണ്. നമുക്ക് ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നവിടെ 2 ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇത് 300 മീറ്റർ ഉണ്ട് കേട്ടോ. ഈ ത്രെഡ് പോളിസ്റ്റർ സ്പൺ ത്രെഡാണിത്. 3 രൂപയും 80 പൈസയ്ക്കാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. വാങ്ങിക്കുമ്പോൾ ഇതേപോലെ ഞാൻ എല്ലാ കളേഴ്സും വാങ്ങിച്ച് വെക്കും. നമ്മൾ ഓരോ കളറിനായിട്ടും ഷോപ്പ് പോകേണ്ട ആവശ്യമില്ലല്ലോ. ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. പിന്നെ ഒരുപാട് ദിവസം വെക്കുമ്പോൾ ഏത് നൂലും ഡാമേജ് വരുമല്ലോ. ഞാൻ ഇങ്ങനത്തെ പെട്ടിയിലാണ് കിട്ടുക. സിംഗിൾ കളർ ഒരു പെട്ടിയിൽ ഒരു കളറേ വരുള്ളൂ. അപ്പോൾ ഞാനിതിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇപ്രാവശ്യം പോയപ്പോൾ 2 പെട്ടി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്തുള്ളവരൊക്കെ വന്ന് വാങ്ങിക്കും ഇവിടെ നിന്ന്. അപ്പോൾ ഞാൻ അവർക്ക് സ്ഥിരം വാങ്ങിക്കുന്നവർക്ക് അതിനനുസരിച്ച് റേറ്റ് അങ്ങനെയാണ് കൊടുക്കാറ്. ഇനി അടുത്തത് ഡീസാണ് കേട്ടോ. ഡീസ് ഇതേപോലെ സ്ക്വയർ ടൈപ്പുള്ള ഡീസാണ് വാങ്ങിക്കാറ്. ഇത് റൗണ്ട് ഷേപ്പിലും കിട്ടും കേട്ടോ. നമ്മുടെ നല്ല തിന്നായിട്ടൊക്കെ വരയ്ക്കാൻ പറ്റും അതിൽ. എനിക്ക് ഒന്നും കൂടി കംഫർട്ടായിട്ട് തോന്നിയത് ഇതാണ്. അപ്പോൾ നമ്മുടെ കുഴയണ ടൈപ്പ് തുണിയിലൊക്കെ മാർക്ക് ചെയ്യുമ്പോൾ ഡോട്ടായിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. ഒറ്റയടിക്ക് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ തുണി മടങ്ങിയിട്ട് നമ്മുടെ അളവുകൾ, അതായത് കറക്റ്റ് ലൈനായിട്ട് വരില്ല. അപ്പോൾ നമ്മളൊന്ന് ഡോട്ടായിട്ട് മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത് അയൺ ചെയ്താൽ പോവില്ല, നമ്മൾ വാഷ് ചെയ്താലേ ഇത് പോവുള്ളൂ. ഇത് അയൺ ചെയ്താൽ പോകുന്ന ഡീസുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാണ് വാങ്ങിക്കാറ്. ചിലപ്പോൾ എനിക്ക് അവിടെ കിട്ടാറില്ല അങ്ങനത്തെ. അങ്ങനെ വാങ്ങിച്ചാലും ഞാൻ അതിനനുസരിച്ച് തുണികൾ വൈറ്റ് ക്ലോത്തൊക്കെ കിട്ടുമ്പോൾ, റേറ്റ് കൂടിയ പട്ടുസാരികളൊക്കെ കിട്ടുമ്പോൾ മാത്രമേ അത് യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ അടുത്തത് ആരി വർക്ക് ചെയ്യുന്നവർക്കായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഫിഷിംഗ് ത്രെഡാണ്. അത് അതിനെക്കാട്ടിലും ഒരുപാട് തിന്നായിട്ടുള്ളതാണ്. വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഇത് നമ്മൾ ആരി വർക്ക് ചെയ്യുമ്പോൾ മിഷൻ ത്രെഡിൽ അതല്ലെങ്കിൽ സറി ത്രെഡിലാണ് ചെയ്യുക. അപ്പോൾ അതൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പകുതിയിൽ നിന്ന് തുടങ്ങേണ്ടി വരും. അതല്ലെങ്കിൽ ഒരു നൂലിങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ ആ മുത്തൊക്കെ ഇങ്ങനെ പേർന്ന് വരും. അപ്പോൾ ഈ ത്രെഡ് കൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കൽ നമ്മൾ ആ സൂചിയിൽ എടുത്തു കഴിഞ്ഞാൽ ആ ബ്ലൗസ് ആയാലും സാരി ആയാലും കഴിയുന്നവരെ നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ നൂലുപയോഗിച്ചിട്ട് ആരി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയൺ ചെയ്യാൻ പറ്റില്ല. അയൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ ചുരുങ്ങിയിട്ട് നമ്മൾ ചെയ്തതൊക്കെ വേസ്റ്റായി പോവും. അപ്പോൾ ആ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് ഇൻവെസിബിൾ സിബ്ബാണ്. ഈ സിബ്ബ് ഞാൻ 3 രൂപയ്ക്കാണ് കേട്ടോ വാങ്ങിച്ചത്. ഒരു സിബ്ബ് 3 രൂപയാണ്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സിംഗിളായിട്ട് വാങ്ങിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 6 രൂപയോ 8 രൂപയോ എന്തോ ആണ് കേട്ടോ. ഷോപ്പിനനുസരിച്ച് റേറ്റിൽ മാറ്റങ്ങൾ വരും. അപ്പോൾ ഞാനിത് 60 എണ്ണം ഒരുമിച്ചിട്ട് വാങ്ങിച്ചപ്പോൾ എനിക്ക് 3 രൂപയ്ക്കാണ് സിംഗിൾ പീസിൻ്റെ റേറ്റാണ് കേട്ടോ അത്. അപ്പോൾ 60 എണ്ണമാണ് ഇതിൽ. കളേഴ്സും നിറയെ ഇതിൽ കാണുന്ന കളേഴ്സൊക്കെ ഉണ്ട്. ഞാനിതിന്ന് ഒരു 4-5 എണ്ണം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, അടുത്തത് നമ്മുടെ കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ വെക്കുന്ന ഈ ചെറിയ സിബ്ബ്. ഇപ്പോൾ എല്ലാവരും ഇൻവെസിബിൾ സിബ്ബ് തന്നെയാണ് വെക്കുന്നത്. ഇങ്ങനെ വെക്കുന്നവരും ഉണ്ടാവാം. ഇപ്പോൾ ഈ കാണിക്കുന്ന ബ്ലാക്ക് പാൻറ്റിൻ്റെ സിബ്ബാണ് കേട്ടോ. ക്വാളിറ്റി വൈസ് നല്ല സൂപ്പർ സിബ്ബാണ്. പക്ഷേ ഇത് ലോക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സിബ്ബ് ഇട്ടിട്ട് എന്തായാലും കൊക്കി വെച്ചേ പറ്റും. അഥവാ ഈ വൈറ്റ് സിബ്ബാണെന്നുണ്ടെങ്കിൽ ഹുക്ക് വെക്കേണ്ട, നമുക്ക് ഇതിങ്ങനെ ഇട്ടിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ റെഡിമെയ്ഡ് ഉടുപ്പുകളിലൊക്കെ വരുമല്ലോ, അങ്ങനത്തെയാണ്. ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ബ്ലാക്ക് തന്നെയാണ് നല്ലത്. അപ്പോൾ ഈ വൈറ്റ് സിബ്ബ് നമ്മൾ ഒരു 10 വട്ടം ഇങ്ങനെ സിബ്ബ് ഇട്ടിട്ട് ഊരിയിട്ടും ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ പണി കഴിയും. ഇതേപോലെ സെൻറ്ററിൽ ഗ്യാപ്പ് വന്നിട്ട് പിന്നീട് നമുക്ക് വേറെ സിബ്ബ് ഇടേണ്ട ഇതൊക്കെ വരും കേട്ടോ. അപ്പോൾ അതിൽ വെച്ച് നോക്കുമ്പോൾ ബ്ലാക്ക് ഒന്നും കൂടി ബെറ്ററാണ്. അപ്പോൾ ഇത് 3 രൂപ എന്താണല്ലോ കേട്ടോ റേറ്റ്. അടുത്തതായിട്ട് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളതാണ് ഹുക്ക്. അപ്പോൾ എനിക്ക് ബ്ലൗസാണ് ഇവിടെ കൂടുതലായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഹുക്കും ഇതേപോലെ ബൾക്കായിട്ട് വാങ്ങിച്ച് വെക്കും കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇതുപോലെ 3 വര വരുന്ന ഹുക്കാണ്. അപ്പോൾ ഇതാകുമ്പോൾ എനിക്ക് പിടിക്കാനും വേഗം എളുപ്പം വെക്കാനും കിട്ടും. 2 വരെയുള്ളതുണ്ട്. അപ്പോൾ അത് എപ്പോഴെങ്കിലും ഇത് കിട്ടിയില്ല എന്നുള്ളപ്പോൾ മാത്രമേ അത് യൂസ് ചെയ്യുള്ളൂ കേട്ടോ. എനിക്ക് ഒന്നും കൂടി കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളതാണ് ഈ ഹുക്ക്. അപ്പോൾ ഈ ബ്രാൻഡ് തന്നെയാണ് വാങ്ങിക്കുകയുള്ളൂ, തുരുമ്പിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെച്ച് കൊടുത്തിട്ട് ഇതുവരെ ആ കംപ്ലൈൻറ്റ് വന്നിട്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അടുത്തത് പ്രസ് ബട്ടനാണ്.
പ്രസ് ബട്ടൺ അങ്ങനെ എല്ലാവരും ചോദിക്കില്ല കേട്ടോ വെച്ച് തരാനായിട്ട്. അപ്പോൾ അളവ് ബ്ലൗസിലുണ്ടെങ്കിൽ അതേപോലെ വെക്കും, അതല്ലെങ്കിൽ കസ്റ്റമർ പറയുകയാണെങ്കിലേ വെച്ച് കൊടുക്കുള്ളൂ. പിന്നെ നമുക്ക് ഈ ഷോൾഡർ ഒരുപാട് ഇറങ്ങിപ്പോകുന്ന കംപ്ലയിൻസ് പറയുന്ന കസ്റ്റമർക്ക് ഇത് വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. നമ്മളിത് ഷോൾഡർ ബട്ടൺ ബ്രേസർ സ്ട്രാപ്പ് അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോൾഡർ ഒരുപാട് ഇറങ്ങിപ്പോകുന്നത് കുറച്ചൊക്കെ കമ്മിയായി കിട്ടും. അപ്പോൾ അതിന് പ്രസ് ബട്ടൺ ഒന്നും കൂടി ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പം അങ്ങനെ ഒരുപാട് ഷോൾഡർ ഇറങ്ങി പോകുന്ന കംപ്ലയിൻസ് പറയുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ഈ പ്രസ് ബട്ടൺ വെച്ച് കൊടുക്കാറുണ്ട്. അതല്ലെങ്കിൽ കസ്റ്റമർ ചോദിച്ചാൽ മാത്രമേ വെച്ച് കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് സിംഗിൾ പീസായിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് കൂടുതലാണ്. ഇതുപോലെ ബോക്സ് ആണെങ്കിൽ ഇത് അത്ര ചിലവാവില്ല. എന്നാലും ബ്ലൗസ് ഒരുപാട് സ്റ്റിച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വാങ്ങി വെക്കുന്നതായിരിക്കും നല്ലത്. അടുത്തത് എലാസ്റ്റിക് ആണ് കേട്ടോ. എലാസ്റ്റിക് പിന്നെ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഒരു 5 മീറ്ററിൻ്റെ ഉള്ളിലൊക്കെ വാങ്ങി വെച്ചാൽ മതിയായിരിക്കും. നല്ല ക്വാളിറ്റി ഉള്ള എലാസ്റ്റിക് നോക്കി വാങ്ങിക്കുക കേട്ടോ. ചിലത് നമ്മൾ വെച്ച് കൊടുത്തിട്ട് 2-3 യൂസ് ആകുമ്പോഴത്തേക്കും അത് വലിഞ്ഞു എന്നുള്ള കംപ്ലയിൻസ് ഒക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നല്ല ബ്രാൻഡ് നോക്കിയിട്ട് വാങ്ങിക്കുക. അങ്ങനെ ബ്രാൻഡ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ക്വാളിറ്റി നോക്കിയിട്ട് വാങ്ങിക്കുക. ഓക്കെ. അതേപോലെ തന്നെ നമ്മുടെ 4 ഇഞ്ച് എലാസ്റ്റിക്. അപ്പോൾ ഈ എലാസ്റ്റിക് ഈ ഫ്രോക്കിൻ്റെ ഹിപ്പിൻ്റെ അവിടെ, അതേപോലെ സ്ലീവ് സ്റ്റാർട്ടിങ് ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് നിന്ന് താഴെ വരെ നല്ല ഭംഗി ഉണ്ടാവില്ല ഈ എലാസ്റ്റിക് വെച്ചിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അതിനൊക്കെ യൂസ് ആവുള്ളൂ. അപ്പോൾ ഇതും 5 മീറ്ററിൻ്റെ ഉള്ളിൽ വാങ്ങിയാൽ മതി ബിഗിനർ ആണെങ്കിൽ. സ്റ്റിച്ച് ചെയ്യാൻ കിട്ടുന്നതിനനുസരിച്ചിട്ട് ഇതുപോലത്തെ റോള് വാങ്ങി വയ്ക്കുക. അടുത്തതായിട്ട് പ്രസ് ബട്ടൺ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മെഷീനാണ് കേട്ടോ. ഇത് ബ്ലൗസിൽ വെക്കാൻ പറ്റില്ല. ഇതിൽ ബ്ലൗസിൽ വെക്കുമ്പോൾ നമ്മുടെ മോൾ ഭാഗത്ത് ഷോൾഡറിൻ്റെ അവിടെയായിട്ട് ഇത് കാണും. ഇത് നമ്മുടെ കുട്ടികളുടെ ഫ്രോക്കിൽ അതല്ലെങ്കിൽ ഷോൾഡറിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ ഓപ്പൺ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യില്ല കുർത്തി, അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഇതേപോലെ 2 ഭാഗത്തും പിന്നും പിന്നെ ആ ഒരു പ്രസ് ബട്ടൻ്റെ നിങ്ങൾക്ക് അറിയാമല്ലോ, പ്രസ് ബട്ടൺ ഒന്ന് ഇങ്ങനെ കുമിഴ് പോലെ ഉണ്ടാവും, ഒന്ന് കുഴിയായിട്ടുണ്ടാവും. അപ്പോൾ അത് രണ്ടും 2 ഭാഗത്ത് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു പിന്നും ഉണ്ടാവും, പിന്നെ ആ ഒരു കുഴി ഉള്ള ഭാഗവും വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ഈ ഭാഗത്തും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ കിട്ടിയ ഈ നോസ് ഉണ്ടല്ലോ, ഇത് അത്രയ്ക്കും ക്വാളിറ്റി ഇല്ല കേട്ടോ. നമ്മൾ ആദ്യം ചെയ്തപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആണ് വിചാരിച്ചിട്ട് തിരിച്ച് കൊടുത്തതാണ്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനത്തെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതാകുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ നേരത്തെ പറഞ്ഞ പോലെ വെച്ച് കൊടുക്കാം. കയ്യിൽ തുന്നി പിടിപ്പിക്കുമ്പോൾ മുകൾ ഭാഗം ബോറാവില്ല. അപ്പോൾ ഇതിലാവുമ്പോൾ നമുക്ക് പുറത്ത് കാണാനും നല്ല പെർഫെക്റ്റ് ആയിരിക്കും, ഉള്ളിൽ നമുക്ക് ഇങ്ങനെ പ്രസ് ബട്ടൺ ഇട്ട് എടുക്കാനൊക്കെ സിമ്പിളായിരിക്കും കേട്ടോ. അപ്പോൾ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഇത് വർക്കാവില്ല, വേഗം പേർന്ന് വരും. അതേപോലെ ക്ലോത്തിൻ്റെ ഇതിലാണ് കേട്ടോ അത് വർക്കാവുന്നത്. ഒരുപാട് നൈസായിട്ടുള്ള ക്ലോത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് വരില്ല, നമ്മൾ പ്രസ് ബട്ടൺ വെക്കാൻ പറ്റില്ല. അടുത്തതായിട്ട് ഈ മെഷീനാണ്. ഇത് നമുക്ക് സാരിയിൽ ഷോളിലൊക്കെ സ്കാലപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ചന്ദൻ തിരിയൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ഇത് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടി ബെറ്ററാണ്. വാങ്ങിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ട്രയൽ നോക്കാനായിട്ട് വാങ്ങിച്ചതാണ്. കുട്ടികളുടെ ഉടുപ്പിലൊക്കെ ഈ പൂവൊക്കെ ഉണ്ടാക്കി വെക്കില്ല നമ്മൾ, അതിനൊക്കെ നല്ല ബെസ്റ്റാണിത്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചത് 160 എന്തോ ആയിരുന്നു കേട്ടോ. നമുക്കിത് ചെയ്യാൻ പറ്റും. ഒരുപാട് ഹീറ്റായി കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്, ആ വൈറ്റ് കളർ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, ആ ഭാഗത്തേക്കായിട്ട് കയ്യിലേക്ക് ചൂട് കയറുന്ന പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ഇത് വാങ്ങിക്കുമ്പോൾ ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങിക്കുക. ഇനി അടുത്തത് കത്രികയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ വാങ്ങിയതല്ല, ഇത് എൻ്റെ കയ്യിലൊരു 6 വർഷമായിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചിട്ട്. ഇതിൻ്റെ ബ്രാൻഡ് നെയിമൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നല്ല കത്രികയാണ് കേട്ടോ അത്. അപ്പോൾ വാങ്ങിക്കുമ്പോൾ ഇങ്ങനത്തെ വാങ്ങിക്കുക. ബിഗിനറായിട്ടുള്ളവർ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കത്രി വാങ്ങിക്കുക. ഇതുപോലെ തന്നെ ഒരു സ്റ്റീലിൻ്റെ കളറിലും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അത് വെയിറ്റ് ആയിരിക്കും. ഞാൻ അതായിരുന്നു ഫസ്റ്റ് വാങ്ങിച്ചത്. അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ ലൈറ്റ് വെയ്റ്റും ആണ്, കട്ട് ചെയ്യാൻ നല്ല സിമ്പിളായിട്ട് കിട്ടും. ഇതിൻ്റെ മൊനയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ നോച്ചൊക്കെ കൊടുക്കുമല്ലോ, അതൊക്കെ ഇതിൽ കൊടുക്കാൻ പറ്റില്ല. നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്, സ്റ്റിച്ചിൽ തട്ടാതെ കട്ട് ചെയ്ത് കൊടുക്കും. കത്രി വാങ്ങിക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, വാങ്ങിച്ചിട്ട് താഴെ വീഴാതെ ശ്രദ്ധിക്കുക. താഴെ ഒരിക്കൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ആ കത്രി ഫസ്റ്റത്തെ ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല അതിന്. ഓക്കെ. അതിന് നമ്മുടെ മിഷൻ്റെ ഭാഗം, ഒരു ഹോൾ ഉണ്ടാവില്ല നോർമൽ മെഷീനിൽ, ആ മെഷീനിൽ ഒരു കയറ് കെട്ടിയിട്ട് കത്രിയുടെ ആ പിടി ഭാഗത്തും കെട്ടി വെച്ചാൽ മതി കേട്ടോ. താഴെ വീഴാണെന്നുണ്ടെങ്കിലും പകുതിയിൽ സ്റ്റക്കായി നിൽക്കും, നിലത്ത് തട്ടാതെ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ കത്രി വാങ്ങിക്കുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. ഇതിപ്പോഴും ഓൺലൈനിൽ അവൈലബിൾ ആണ്. എനിക്ക് ബ്രാൻഡ് നെയിമൊന്നും അറിയില്ല. 300 സംതിങ് എന്തോ ആയിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കണ്ടത്. ഓക്കെ. മീഷോയിലാണ് കേട്ടോ ഞാൻ പറയുന്നത്.
അപ്പോൾ കത്രീനെ കുറിച്ചിട്ട് ഇത്രയേ പറയാനുള്ളൂ. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ കത്രിയുടെയും കൂടി പറയാമല്ലോ വെച്ചിട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് മെഷറിങ് ടേപ്പാണ് കേട്ടോ. അപ്പോൾ ഇതില്ലാതെ നമുക്ക് ടൈലറിങ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ടേപ്പ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ടേപ്പ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ക്വാളിറ്റിയുള്ള ടേപ്പ് നോക്കി വാങ്ങിക്കുക. അതായത് ചില ടേപ്പുകളിൽ കുറച്ച് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ മുകളിലും താഴെയായിട്ട് ഇങ്ങനെ വിണ്ട് വരും. അതേപോലെ നമ്മളൊന്ന് റോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ആ മടക്ക് ഭാഗത്തൊക്കെ ഒരുമാതിരി നമുക്ക് എത്ര തന്നെ വിരിച്ചാലും നമ്മുടെ പഴയ ആ ഒരു ഇത് കിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് നോക്കി വാങ്ങിക്കുക. പിന്നെ ക്വാളിറ്റി ഇല്ലാത്ത ടേപ്പാണ് നിങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ 3 മാസത്തിലൊരിക്കൽ ടേപ്പ് മാറ്റുക. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചസിൽ വ്യത്യാസം വരും. അപ്പോൾ ഇതുപോലെയൊക്കെ ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. എനിക്കിത് ടേബിൾ ടോപ്പ് മിഷൻ വാങ്ങിച്ചപ്പോൾ കിട്ടിയ ടേപ്പാണ് കേട്ടോ. അപ്പോൾ ഒരു എക്സാമ്പിളിനായിട്ട് കാണിക്കുകയാണേ. അപ്പോൾ അതൊന്ന് മടക്കിയപ്പോഴത്തേക്കും അത് ഒരു വഴിയായിട്ടുണ്ട്, അങ്ങനെ വിണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടേപ്പ് വാങ്ങിക്കുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. 3 മാസത്തിലൊരിക്കൽ ടേപ്പ് മാറ്റുക. നല്ല ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ടേപ്പും പുതിയ ടേപ്പും കൂടി ഇതുപോലെ വെച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് വരെ വ്യത്യാസം ഉണ്ടാവും. 2 ടേപ്പിൻ്റെ ഉള്ളിലും 1/4 ഇഞ്ച് 1/2 ഇഞ്ച് വ്യത്യാസം ഉണ്ടാവും. ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഒരു 10-11 ഇഞ്ച് വരെ കറക്റ്റായിരിക്കും. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നല്ലൊരു വ്യത്യാസം തന്നെ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ മെഷർ ചെയ്യുമ്പോഴും അതിനനുസരിച്ച മാറ്റങ്ങൾ ക്ലോത്തിൽ വരും. ഓക്കെ, അപ്പം ടേപ്പ് വാങ്ങിക്കുമ്പോഴല്ല വാങ്ങിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് എൽ ഷേപ്പ് സ്കെയിലാണ്. ഇതെന്തായാലും സ്റ്റിച്ചിങ് പഠിക്കേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ച് വെക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാനും അതേപോലെ ക്ലോത്തിൻ്റെ താഴ്ഭാഗം സ്ട്രൈറ്റ് ആക്കി എടുക്കാനൊക്കെ ഉപയോഗപ്പെടും. ഇനി അടുത്തത് ഷേപ്പ് വരയ്ക്കുന്ന സ്കെയിലാണ്. ഇതിൽ ഒരു സൈഡ് ഷേപ്പും ഒരു സൈഡ് സ്ട്രൈറ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, ഇതിൽ 2 സൈഡും ഷേപ്പുള്ള സ്കെയിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതാണോ ആവശ്യം, ഏതാണോ ഒരുപാട് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് ഈ സ്കെയിൽ വാങ്ങിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ഈ 2 ഉള്ളൂ, എനിക്ക് ഈ 2ൻ്റെ ആവശ്യമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരുപാട് വാങ്ങി വെച്ചിട്ടില്ല. ഓക്കെ, അതേപോലെ തന്നെ ഫ്രഞ്ച് കർവ്, അപ്പോൾ ഇതും മെയിനായിട്ട് വേണം കേട്ടോ. നമുക്ക് ചുരിദാറായാലും ബ്ലൗസ് ആയാലും നമുക്ക് ഈ ഒരു സ്കെയിൽ ഫ്രഞ്ച് കർവ് വേണ്ട വരും. നമ്മളുടെ നെക്കൊക്കെ ഇതിൽ ഒരുപാട് ഡിസൈൻസ് വരച്ചെടുക്കാൻ പറ്റും കേട്ടോ. അതേപോലെ കൈക്കുഴിയുടെ നല്ല ഒരു ഷേപ്പ് കിട്ടാനും ചുളിവൊന്നും ഇല്ലാതെ നമുക്ക് വരച്ചെടുക്കാനും ഇത് ഉപയോഗപ്പെടും. ഈ 2 മെയിനായിട്ടും വേണ്ടതാണ്. ഷേപ്പ് സ്കെയിൽ ഇല്ലെങ്കിലും ഈ 2 സ്കെയിൽ എന്തായാലും വാങ്ങിച്ച് വെക്കുക. ഇനി ലാസ്റ്റ് പറയാൻ പോകുന്നത് മിഷൻ ഓയിലാണ് കേട്ടോ. ഇത് ടേബിൾ ടോപ്പ് മിഷൻ, ജുക്കി മിഷൻ അല്ലാത്തവർക്കായിട്ടുള്ളതാണ്. നോർമൽ മിഷൻ ആയാലും അതിൻ്റെ വലുത് അംബ്രല മിഷൻ ആയാലും നമുക്ക് ഓയിൽ വിട്ടാലേ അത് സ്മൂത്തായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഓയിൽ വാങ്ങിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയും മണ്ണെണ്ണയും ഒരേ അളവിൽ കലർന്നിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചാൽ ഒരുപാട് ലൂസായി പോവും, മണ്ണെണ്ണ മാത്രം ഒഴിച്ചാൽ ഒരുപാട് ടൈറ്റായി പോവും. അപ്പോൾ രണ്ടും കൂടി സമാസമം കലർന്നിട്ട് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്മൂത്ത്നെസ് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.